ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വരാൻ പോകുന്ന ഇക്വിലിബ്രിയത്തിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഇട്ടിട്ടുണ്ടാകും നോക്കാനായിട്ട് ചാനലിലൊന്ന് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ KCEൻ്റെയും KPIയെയും കുറിച്ച് നമ്മൾ അതെങ്ങനെ എഴുതാൻ നമുക്കൊന്ന് പഠിക്കാം. പിന്നെ അത് നമ്മൾ റിലേഷൻ അതൊരു പഠിക്കുന്ന നല്ലതാണ്, ആ ഒരു ഡെറിവേഷൻ കൂടി. പിന്നെ അറീനസ് ആസിഡ് ബേസ് പെയർ അതുപോലെ തന്നെ ബ്രൗൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ലൂയിസ് ആസിഡ്, അതുപോലെ തന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ്. അതായത് ഒരു ഹൈഡ്രജൻ ഒരു പ്രോട്ടോൺ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ഇതുകൂടി പഠിക്കുക. പിന്നെ ലേഷാർട്ടിലേസ് പ്രിൻസിപ്പിൾ 10th പഠിച്ചായിരിക്കും, അതുകൂടി കൃത്യമായിട്ടൊന്ന് പഠിക്കുക. പിന്നെ ലോ ഓഫ് ഇക്വിലിബ്രിയം, പിന്നെ ഇക്വിലിബ്രിയത്തിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാം. പിന്നെ പഠിക്കാനുള്ളത് ബഫർ സൊല്യൂഷനാണ്, അസിഡിക് ബഫറും ബേസിക് ബഫറും പഠിക്കാം. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ നോക്കി വെക്കാം. പിന്നെ ഹൈഡ്രോളിസിസ് സാൾട്ടുകൾ പഠിക്കുക, ലൈക്ക് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൻ്റെയും സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും ആ ഒരു രീതിക്കൊക്കെ അത് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ചേഞ്ച് ഒരു റിയാക്ഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അത് പഠിക്കുക. പിന്നെ ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഒരു റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് മാറി ചേഞ്ച് ആകുന്നത് അതൊക്കെ ഒന്ന് പഠിക്കുക. ഇത്രയാണ് എന്തായാലും നമുക്ക് A+ കിട്ടാനായിട്ട് ഈ ഒരു ചാപ്റ്ററിന് പഠിക്കേണ്ടത്. താങ്ക് യു.